ചെറുപുഴയിൽ പാവയ്ക്ക വില കുത്തനെ ഇടിഞ്ഞതോടെ പാവൽ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന മലയോര കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി. വിപണിയിൽ ആവശ്യക്കാർ ഇല്ലാതെ വന്നതോടെ കൃഷിയിടങ്ങളിൽ പാവയ്ക്ക കെട്ടിക്കിടക്കുകയാണ്. പാവൽ കൃഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കൃഷിയാണ് എന്നുള്ളത് ഇവിടെയുള്ള സാധാരണക്കാർക്കറിയാം. ഇതിന്റെ പന്തല് കെട്ട്, വള്ളി മേടിയില്, ബാക്കി അതിന്റെ ഇതിപ്പോ ദൈവത്തിന്റെ ഓർമ്മ കൊണ്ട് പ്രത്യേകിച്ച് ഈ മഞ്ഞപ്പ് രോഗം, പഴുപ്പ് രോഗം ഒന്നും ബാധിച്ചില്ല. ഇല്ലെങ്കിൽ മഞ്ഞപ്പും പഴുപ്പ് രോഗം ബാധിക്കുന്നതാണ്. 2 പ്രാവശ്യം രാവിലെ വൈകുന്നേരം നനച്ചെങ്കിൽ മാത്രമേ ഈ സംഭവം ഒന്ന് നേരെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിനെ പറിച്ച് നമ്മൾ വണ്ടിയെ കൊണ്ടുപോയി കടയിൽ ചെന്ന് കഴിയുമ്പം വില കുറവ് എന്നുള്ളതിനേക്കാളും വലുത് ഇത് വേണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. പാവയ്ക്ക വേണ്ട. ഇപ്പൊ എന്നാ സംഭവിച്ചതെന്ന് വെച്ചാൽ പയറുണ്ട്, അപ്പൊ പയറ് നല്ല ഡിമാൻഡുണ്ട്. അപ്പൊ പയറ് വേണമെങ്കിൽ കുറച്ച് പാവയ്ക്കാൻ കൂടി എടുക്കണമെന്ന് പറയുമ്പോൾ വളരെ വിഷമിക്കുന്ന ഒരു 3 കിലോ 4 കിലോ കൊണ്ടുപോകുമ്പോൾ നമ്മൾ 1 കിലോ കൂട്ടിപ്പിടിക്കും. 5 കിലോ ആണ് വേണ്ട കേട്ടോ, 3.5 കിലോ മതി കേട്ടോ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ പാവൽ കൃഷി എന്ന് മാത്രമല്ല, നമ്മൾ എന്ത് കൃഷി ചെയ്താലും ആ ഉൽപ്പന്നം എടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഒരു മാർഗം കണ്ടുപിടിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് പറയും. ചെറുപുഴ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ പാവൽ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന കർഷകർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പാവയ്ക്ക വില കുത്തനെ ഇടിഞ്ഞതാണ് കർഷകരെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടത്. കഴിഞ്ഞ വർഷം കിലോയ്ക്ക് 55 രൂപ വരെ കർഷകർക്ക് ലഭിച്ചിരുന്ന പാവയ്ക്കയ്ക്ക് ഈ വർഷം 35 മുതൽ 40 രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത്. വില ഇടിഞ്ഞതോടൊപ്പം വിപണിയിൽ ആവശ്യക്കാർ കുറഞ്ഞത് കർഷകരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പാടത്ത് വിളവെടുപ്പിന് തയ്യാറായ പാവയ്ക്ക വിൽക്കാൻ കഴിയാതെ കിടക്കുകയാണ്. വാങ്ങാൻ ആളില്ലാതെ വന്നതോടെ ചില പ്രദേശങ്ങളിൽ പാവയ്ക്ക മുറിച്ചുണക്കി നശിപ്പിക്കേണ്ട അവസ്ഥയും ഉണ്ടായി. കൃഷിക്കായി വൻതുക ചിലവഴിച്ചിട്ടും വിളവിന് ന്യായമായ വില ലഭിക്കുന്നില്ല. വിപണിയിൽ പാവയ്ക്കയ്ക്ക് ആവശ്യക്കാർ ഇല്ലാതായതോടെ നശിപ്പിക്കേണ്ട അവസ്ഥയാണ്. വർഷങ്ങളായി സ്ഥലം പാട്ടത്തിനെടുത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്ന രാജഗിരി സ്വദേശിയായ കർഷകൻ കുറ്റ്യാത്ത് പീറ്റർ ജോസഫ് പറഞ്ഞു. ഹോർട്ടികോർപ്പിന്റെ സ്റ്റാളില് പൂക്ക് വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് സംഭവം കച്ചവടമില്ലാത്ത സ്ഥിതിക്ക് പുള്ളിക്ക് എടുക്കാൻ പറ്റില്ല. പുള്ളി പരമായി നമ്മൾ സാധനം എടുക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പുള്ളിയുടെ അടുത്ത് ഇതാണ് സ്ഥിതി. സംഭവം അവിടെ കെട്ടിക്കിടക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. രാവിലെ പാവയ്ക്കാൻ കൊണ്ട് പോയി മീൻ വെക്കാൻ ഒരാൾ പാവൽ കൃഷി നടത്തുന്നുണ്ട്. അപ്പൊ അയാളുടെ എടുക്കണം. ഇപ്പൊ ഒരാൾ മാത്രമല്ല, എന്റെ മാത്രം എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആരൊക്കെ കൃഷി ചെയ്യുന്നുണ്ടോ ആ കൃഷി എടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഇറക്കുമതി നടത്തണമെന്നേ. ഈ പുറത്തുനിന്നുള്ള സാധനം കൊണ്ടുവരണ്ട. ഈ പുറത്തുനിന്ന് സാധനം കൊണ്ടുവരല്ലോ. ഇവിടെയുള്ളവരല്ലേ ഈ സാധനം മേടിക്കുന്നത്. പുറത്തുനിന്ന് സാധനം കൊണ്ടുവന്ന് കടയിൽ വെക്കുന്നു, എന്നിട്ട് ഇവിടെയുള്ളവരെ കൊണ്ട് മേടിപ്പിക്കുന്നു. എന്നിട്ട് ഇവിടെയുള്ളവർ സാധനം ചെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടതാണ്. കർണാടകയിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ആയാലും പച്ചക്കറി മേടിക്കുന്നുണ്ടോ? അപ്പം നമ്മുടെ പച്ചക്കറി കടക്കാർ എടുക്കണം. തമിഴ്നാട്ടിൽ നിന്നുള്ള ഇറക്ക് കുറയ്ക്കണം. അതിനുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കണം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാവയ്ക്ക മലയോര മേഖലയിലേക്ക് വൻതോതിൽ എത്തുന്നതാണ് വിലയിടിവിന് പ്രധാന കാരണമെന്നാണ് കർഷകരുടെ ആരോപണം. കുറഞ്ഞ വിലയ്ക്ക് പുറത്തുനിന്നുള്ള പാവയ്ക്ക എത്തുമ്പോൾ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന പാവയ്ക്കയ്ക്ക് ആവശ്യക്കാർ കുറയുകയും വില താഴെ ഇറങ്ങുകയും ചെയ്യുന്നു. കൃഷിച്ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത്തരമൊരു വിലയിടിവ് തുടർന്നാൽ പാവൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ. സർക്കാർ ഇടപെടലും ന്യായമായ വില ഉറപ്പാക്കുന്ന സംവിധാനങ്ങളും അടിയന്തരമായി നടപ്പിലാക്കണമെന്ന ആവശ്യം കർഷകർ ശക്തമായി ഉന്നയിക്കുന്നു. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.